തോന്നുന്നു ഇപ്പം ഞാനും ഒരു അമ്മയാണ്. അപ്പോൾ അമ്മമാരെപ്പോഴും നമ്മുടെ മക്കളുടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഫാൻ ബേസ് ഒക്കെ അമ്മയ്ക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ധ്യാൻ്റെ സിനിമകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. സാറും മാമും കൂടെ വന്ന് തിയേറ്ററിലൊക്കെ കാണുന്നത്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സിനിമ ഏതായിരിക്കും ധ്യാൻ്റെ? പറഞ്ഞു എന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതിനുശേഷം ചേട്ടനെ ഇങ്ങനെ ട്രോളാൻ ഇട്ട് കൊടുത്തപ്പം എന്താണ് അമ്മ അങ്ങനെ ഇതിനെ പറ്റി നമുക്ക് വലിയ യൂട്യൂബും അതൊന്നും ധാരണയില്ല. എന്നിട്ടും അമ്മയെ നിങ്ങൾ ഇട്ടുകൊടുത്തതൊക്കെ അമ്മ കണ്ടു. അത് അമ്മയെ നാട്ടിൽ നിന്നൊക്കെ അമ്മയുടെ ആരെങ്കിലൊക്കെ വിളിച്ച് പറയുമ്പോ അമ്മ അറിയുന്നതല്ല. നമുക്ക് അങ്ങനെ നമുക്ക് മറ്റേ ഇതുവരെ നമുക്ക് മറ്റേ പഴയ കീപാഡ് ഫോണൊക്കെയാ. പുള്ളിക്കാരിക്ക് മറ്റേ ഇതൊന്നും പരിചിതമായിട്ടില്ല. ടച്ച് സ്ക്രീൻ ഫോണും അതുപോലത്തെ ഒന്നും പുള്ളിക്കാരിക്ക് വേണ്ട. നമ്മൾ പലപ്പോഴും പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് അത് വേണ്ട. പുള്ളിക്കാരിക്ക് പഴയ സാധനം മതി. അപ്പൊ അതൊന്നും ഇല്ല. യൂട്യൂബും വാട്സാപ്പും അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും അയച്ചു കൊടുക്കാനൊന്നുമില്ല. ആരെങ്കിലൊക്കെ പറയുമ്പോഴുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അവൻ അവിടെ പോയി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് അത് വലിയ സംഭവമാണ്. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നീ എന്നെ പറ്റി പറയരുതെന്ന്. ഞാൻ അതോടെ നിർത്തി. ഇപ്പൊ ഞാൻ അധികം അമ്മയുടെ കഥകൾ പറയാറില്ല. അതിനൊരു പുസ്തകം തന്നെ എഴുതാല്ലേ ഒരുപാട്. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ആരെങ്കിലും നിന്ന് നമുക്ക് ഒരു എടുക്കണം തോന്നുന്നു അങ്ങനെ ആരുമില്ല? ഇപ്പൊ ഏട്ടനുണ്ട്, അച്ഛനുണ്ട് വീട്ടില്. അച്ഛൻ നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മള് അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭയങ്കര ഒരു ജീനിയസ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര എഴുതി വെച്ച സിനിമകളായിക്കോട്ടെ അതൊക്കെ ഭയങ്കര ഹെഡ് ഓഫ് ടൈം. എത്ര അതൊക്കെ എങ്ങനെ ഒരാൾ എഴുതാൻ പറ്റും എന്നൊക്കെ ഇപ്പൊ നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, വരവേൽപ്പ്, സന്ദേശം അല്ല അതൊക്കെ ഒരു 86 10 പടം 12 പടം എഴുതി ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് മാറ്റി. അപ്പോൾ ഒരു വർഷമൊക്കെ ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഒരാൾക്ക് ഇത്രയും സിനിമകൾ എഴുതുക, ആ സിനിമകളൊക്കെ ഓടുക, എഴുതിയ സംവിധാനം ചെയ്ത 2 സിനിമകളും ചിന്താവിശേഷമുള്ള വടക്ക് നോക്കിയന്തരം അതൊക്കെ എന്നും യൂണിവേഴ്സൽ ആയിട്ടുള്ള സിനിമകൾ. അപ്പോൾ ആസ് എ ഫിലിം മേക്കർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ, ആക്ടർ, റൈറ്റർ നമ്മൾ ഇത്രയും റെസ്പെക്ട് ചെയ്യുന്ന വേറെ അല്ല. അത് നമ്മൾ ഫാദറും കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വേറൊരു എന്താ പറയണ്ടേ, നമ്മളെപ്പോഴും അങ്ങനെയാണ് നമ്മളെ പുള്ളിനെ നമ്മൾ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അകൽച്ചയുണ്ട്. അതുകൊണ്ട് ഇത്രയും വലിയ ആളെ നമ്മൾ അച്ഛ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. വിളിക്കാൻ പറ്റും. ഞാൻ അതുകൊണ്ട് അച്ഛനൊന്നും വിളിക്കാറില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങനെ അച്ഛാ വിളി മോനെന്ന് വിളിയൊന്നും ഇല്ല. ഞാൻ അച്ഛാന്ന് വിളിക്കുന്ന തന്നെ എനിക്ക് ഓർമ്മയില്ല ഞാൻ എപ്പോഴും അച്ഛാന്ന് അവസാനം വിളിച്ചത്. ഞാൻ കാര്യം പറയലാണ്. നമ്മൾ എങ്ങനെയായിരിക്കും ഇപ്പം ധ്യാൻ എങ്ങനെയായിരിക്കും അച്ഛൻ്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കേണ്ടി വരിക? ഇങ്ങനെ വന്ന് നിൽക്കുകയാണെങ്കിൽ തന്നെ ആദ്യം നേരെ നമ്മള് കാര്യം സുഖമാണോ, കഴിച്ചോ, അങ്ങനെ ജീവിതത്തിൽ ഞാൻ ചോദിച്ചിട്ടില്ല. എന്നെ ഇതുവരെ കെട്ടിപ്പിടിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ഫോർമൽ. വിനീതിനോടും അങ്ങനെ തന്നെയാണോ സാർ? അങ്ങനെ തന്നെ, അങ്ങനെ തന്നെയാണ് പണ്ട് മുതൽ. അപ്പൊ അത് ബുദ്ധിജീവികൾ ചിലപ്പോ ഇങ്ങനെയായിരിക്കും. അപ്പൊ ധ്യാൻ എന്ന അച്ഛൻ എങ്ങനെയാണ്? അല്ല ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഭയങ്കര എക്സ്പ്രസീവും ഭയങ്കര അച്ഛൻ സുഹൃത്തുക്കളെ കൂടെ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ബാക്കി വേറെ ഇതിനിടയിലൊക്കെ അച്ഛൻ വേറെ തന്നെ ആളാണ്. പക്ഷെ നമ്മളെടുത്തും തമാശ പറയും, വളരെ സരസമായി സംസാരിക്കുകയും ചെയ്യും. പക്ഷെ ഒരു അച്ഛൻ മോൻ ഒരു വർക്കൗട്ട് നോർമലി കാണുന്ന ഒരാളോട് എങ്ങനെ സംസാരിക്കും, നമ്മൾ തമാശ പറയും, അതുപോലെ നമ്മൾ സംസാരിക്കും. ഈ പറയുന്ന നമ്മൾ വിചാരിക്കുന്ന ഇന്റിമസിയോ അല്ലെങ്കിൽ ആ സാധനം കുറവാണ്. അത് പുള്ളിയുടെ അച്ഛനിൽ നിന്ന് കിട്ടിയിരുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ കിട്ടാത്തത് കൊണ്ട് തരാത്തതല്ല, ഒരിക്കലും അല്ല. പക്ഷെ പുള്ളി ഡീൽ ചെയ്യുന്നത് കുറച്ചുകൂടെ സൗഹൃദപരമായിട്ടാണ്. നമ്മളോടൊന്നും പറയാം, എന്തും തിരിച്ചു പറയാം. പഴയ ഇന്റർവ്യൂല് കൈരളിയുടെ ഇന്റർവ്യൂ ആക്ച്വലി ഞങ്ങളുടെ ഇന്റർവ്യൂലാണ് ധ്യാൻ നവ്യയെ കുറിച്ചും മറ്റേ മീരനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ ആ ഇന്റർവ്യൂല് കാണാൻ ചേച്ചിക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ അച്ഛൻ ബന്ധം പരിപാടിയല്ല, കുറച്ചുകൂടെ സൗഹൃദമുണ്ട്, അതോടൊപ്പം നമുക്ക് കുറച്ച് റെസ്പെക്റ്റും ഉണ്ട്, എല്ലാം കലർന്നിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇപ്പോഴത്തെ ഈ ധ്യാന്റെ ഒരു പിന്നെ ഇന്റർവ്യൂലെ തമാശകളും അതൊക്കെ എങ്ങനെയാണ് അച്ഛൻ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പുള്ളി ഭയങ്കര സരസമായിട്ടും പുള്ളി അതിനെ, കാരണം പുള്ളി ഇതിനപ്പുറം ഒരു കാലത്ത് പലരെ പറ്റിയും പറഞ്ഞ ആളാണല്ലോ. അപ്പൊ പുള്ളി അതിനെ വളരെ പോസിറ്റീവായിട്ടൊക്കെ എടുക്കുന്നുള്ളൂ. അപ്പം ഇപ്പൊ എപ്പോഴും നമ്മൾ സിനിമയെ കണ്ടുകൊണ്ടിരിക്കുന്ന ധ്യാനിന് മറ്റൊരു വളരെ ഇഷ്ടമുള്ളൊരു കാര്യം കൃഷിയാന്ന് പറയപ്പെടുന്നു. സത്യമാണോ? യൂറോപ്പിലൊക്കെ പോയി കൃഷി പഠിക്കുന്നു എന്നൊക്കെ പറയുന്നു, അങ്ങനെയാണോ? എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അഗ്രികൾച്ചറും പരിപാടിയൊക്കെ. അപ്പം ഞാൻ കുറച്ച് റിസർച്ചും ഇതൊക്കെ ഇടക്കാലത്ത് ആരും അറിയാതെയൊക്കെ ഇതൊക്കെ ചേച്ചി ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴാണ്. കാരണം അച്ഛന് ഭയങ്കര താല്പര്യം, താല്പര്യം ചെറിയ രീതിയിൽ. പക്ഷെ ഞാൻ പ്രത്യേകിച്ചൊന്നും വീട്ടിൽ ഇതുവരെ ചെയ്യുകയോ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ കുറച്ച് പഠനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള റീസേർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻ ഫ്യൂച്ചർ ചെയ്യണം
എന്നുള്ളത് ഭയങ്കര ഒരു അതിനോടൊരു പാഷൻ ഉണ്ട്. നേരത്തെ അഭിനയത്തിനോട് ഇല്ലാത്തൊരു പാഷൻ കൃഷിയോടുണ്ട് ഉണ്ട്. പക്ഷെ അതിന്റെ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചിട്ട് അതിനെക്കുറിച്ച് നേരത്തെ ഇതിൽ വന്ന സിനിമയിൽ വന്ന ഏട്ടൻ കൊണ്ടുവന്ന് വിട്ട പോലെ പറയാൻ പറ്റില്ല. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നന്നായി റിസർച്ചും പഠനം നടത്തിയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ധ്യാൻ എന്ന എഴുത്തുകാരൻ, ധ്യാൻ എന്ന സംവിധായകനിൽ നിന്ന് ഞങ്ങൾ പ്രേക്ഷകർ ഏത് ജോണറിലുള്ള സിനിമയായിരിക്കും ഇനി പ്രതീക്ഷിക്കേണ്ടി വരും? സംവിധായകനിൽ നിന്ന് വലിയ സിനിമകള്, മലയാള സിനിമ കാണാൻ പോകുന്ന ഏറ്റവും വലിയ സിനിമകളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എഴുത്തുകാരൻ അതുകൊണ്ട് തന്നെ അടുത്തൊന്നും സിനിമയില്ല, ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് അഭിനയിച്ച് പൊക്കോട്ടെ എന്ന്. സത്യം, വലിയ കഥകളും വലിയ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ചെയ്യാത്തതും. കാരണം അത് ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയുടെ ഒരു അവസ്ഥയും സാഹചര്യമൊക്കെ ഇതിനകത്ത് അത്തരത്തിലുള്ള സിനിമകൾ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും ഹാനികരമാണ്. അതുകൊണ്ട് കാരണം ഇനി ഒന്നുകൂടെ ഇതൊക്കെ നമുക്ക് ബാങ്കബിൾ ആണെന്നുള്ള, വയബിൾ ആണെന്നുള്ളതും കൂടെ, ഫിനാൻഷ്യലി വയബിൾ ആണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ചെയ്യുവാണെങ്കിൽ വലുത് ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത്. അപ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു വലിയ സിനിമ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.